അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ അച്ഛനില്ലാത്ത ജീവിതം ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വില പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. വീട്ടിലൊരു ശബ്ദം, ഒരു വിളി, മോനെ മോളെ എന്നുള്ള സ്നേഹപൂർവമായ വിളി, എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഉപദേശം, തെറ്റ് ചെയ്താൽ ഒരു ശാസനം, വിജയിച്ചാൽ നിറഞ്ഞ അഭിമാനത്തോടെ നോക്കുന്ന കണ്ണുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സാധാരണ ഭാഗങ്ങളാണെന്ന് നമ്മൾ കരുതും. പക്ഷെ ഒരു ദിവസം ആ ശബ്ദം എന്നേക്കുമായി നിശബ്ദമാകുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് സാധാരണമായിരുന്നില്ല. അതായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. അച്ഛൻ പോയതിനു ശേഷം വീണ്ടും നിശബ്ദതയും ഇത്രയും ഭാരമുണ്ടെന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ്. വീട്ടിലെത്തുമ്പോൾ ആദ്യം അന്വേഷിക്കുന്ന അച്ഛനെയായിരിക്കും. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസേര ഒഴിഞ്ഞു കിടക്കും. ഒരിക്കൽ അച്ഛൻ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ രൂപം കാണുന്ന പോലെ നമുക്ക് തോന്നും. ഫോണിൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ അച്ഛൻ്റെ നമ്പർ ഇപ്പോഴും ഫോണിലുണ്ടാവും, പക്ഷെ വിളിക്കാനാവില്ല. ജീവിതത്തിൽ വലിയൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അച്ഛനോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സ് പറയും. വിജയിക്കുന്ന ദിവസങ്ങൾ പോലും ഒരു ചെറിയ സങ്കടമുണ്ടാവും, ഇത് കാണാൻ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇതിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ പോലും ചിലപ്പോൾ അപൂർണമാകുന്ന അപ്പോഴാണ്. മക്കൾ വളർന്ന് സ്വന്തം ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അച്ഛൻ്റെ പ്രാധാന്യം കുറയുന്നതല്ല, മറിച്ച് അച്ഛനില്ലാതാവുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനവും എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാകുന്നു. അച്ഛൻ നമ്മളെ വളർത്തിയത് ഒരു വീടിനുള്ളിൽ മാത്രമല്ല, അദ്ദേഹം നമ്മളെ ജീവിതത്തിലേക്ക് ഒരുക്കുകയായിരുന്നു. വീഴുമ്പോൾ എഴുന്നേൽക്കാൻ പഠിപ്പിച്ചു, തോൽക്കുമ്പോൾ വീണ്ടും ശ്രമിക്കാൻ പഠിപ്പിച്ചു, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. പലപ്പോഴും അച്ഛൻ്റെ സ്നേഹം അമ്മയുടെ സ്നേഹത്തെ പോലെ പ്രകടമായിരുന്നില്ല. അദ്ദേഹം ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഭാവിക്കായി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ച വർഷങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച സ്വന്തം ആഗ്രഹങ്ങളിൽ, രാത്രികളിൽ നമ്മെ കാത്തിരുന്നു ഉറക്കമില്ലാത്ത നിമിഷങ്ങളിൽ, അവിടെ മുഴുവൻ അച്ഛൻ്റെ സ്നേഹമായിരുന്നു. അച്ഛൻ പോയതിനു ശേഷം മാത്രമാണ് പല മക്കളും ആ സ്നേഹം വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അച്ഛൻ്റെ പഴയ വസ്ത്രങ്ങൾ ചിലപ്പോൾ അലമാരയിൽ തന്നെ കിടക്കും. അതെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നും. പഴയ ഫോട്ടോകൾ തുറക്കും, അവിടെ അച്ഛൻ ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ ചിത്രത്തെ നോക്കി ചിരിക്കാൻ ശ്രമിക്കും, പക്ഷേ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകും. കാലം കടന്നു പോകും. ദിവസങ്ങൾ മാസങ്ങളാവും, മാസങ്ങൾ വർഷങ്ങളാവും. പുറമേ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയതായി തോന്നും. ജോലി ചെയ്യും, കുടുംബത്തെ നോക്കും, മക്കളെ വളർത്തും, ചിരിക്കും, യാത്ര ചെയ്യും. പക്ഷേ മനസ്സിൻ്റെ ഒരു കോണിൽ അച്ഛനില്ലാത്ത ഒരു മുറി എപ്പോഴും അടഞ്ഞു കിടക്കും. ചില ദിവസങ്ങളിൽ ആ വേദന കുറയും, ചില ദിവസങ്ങളിൽ ഒരു ഓർമ്മ മാത്രം മതി എല്ലാം വീണ്ടും ഉണർത്താൻ. അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ട് കേൾക്കുമ്പോൾ, അദ്ദേഹം പതിവായി ഇരുന്നിരുന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ, അദ്ദേഹം വിളിച്ചിരുന്ന ഒരു പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം കൈവരിക്കുമ്പോൾ മനസ്സ് വീണ്ടും അതേ ചോദ്യം ചോദിക്കും, അച്ഛൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷിച്ചേനെ. അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ വേദന ഒരുപക്ഷെ ഇതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പുതിയ അധ്യായങ്ങൾ അദ്ദേഹത്തോടൊപ്പം പങ്കിടാൻ കഴിയാതെ പോകുന്നു. മകളുടെ വിവാഹം കാണാൻ കഴിയാതെ പോകാം, മകൻ്റെ വിജയം കാണാൻ കഴിയാതെ പോകാം,
കൊച്ചുമക്കളെ കൈകളിലെടുത്ത് സ്നേഹിക്കാൻ കഴിയാതെ പോകാം. എങ്കിലും അച്ഛൻ പൂർണ്ണമായി നമ്മളിൽ നിന്ന് പോകുന്നില്ല. അദ്ദേഹം നമ്മളിൽ തന്നെ തുടരുന്നു. നമ്മളുടെ സംസാരത്തിൽ, നമ്മളുടെ ശീലങ്ങളിൽ, നമ്മളുടെ തീരുമാനങ്ങളിൽ, നമ്മളുടെ മുഖഭാവങ്ങളിൽ, നമ്മളുടെ മക്കളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൽ ഒരിക്കൽ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ അച്ഛൻ്റെ മക്കൾ മാത്രമല്ല, അച്ഛൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ച കൂടിയാണ്. അദ്ദേഹം നിർത്തിയിട്ടെടുത്ത് നിന്ന് നമ്മൾ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അച്ഛനെ ഓർത്ത് കരയുന്നത് തെറ്റല്ല, അദ്ദേഹത്തെ മിസ് ചെയ്യുന്നത് ദൗർബല്യവുമല്ല, അത് സ്നേഹത്തിൻ്റെ തെളിവാണ്. ഒരു മനുഷ്യൻ നമ്മളോടൊപ്പം ഇല്ലാതായാലും അദ്ദേഹം നമ്മളിൽ സൃഷ്ടിച്ച സ്നേഹം ഇരിക്കില്ല. അച്ഛനൊരിക്കൽ നമ്മുടെ കൈപിടിച്ച് നടത്തിയവനായിരുന്നു. ഇന്ന് ആ കൈ നമ്മോടൊപ്പം ഇല്ല. പക്ഷേ അദ്ദേഹം പഠിപ്പിച്ച വഴികളിലൂടെ നടക്കുമ്പോൾ ഓരോ ചുവടിലും അദ്ദേഹത്തിൻ്റെ കൈ നമ്മളോടൊപ്പം ഉണ്ടെന്നൊരു തോന്നൽ വരും. ഒരുപക്ഷെ അതാണ് മരണത്തിന് ശേഷം അച്ഛൻ മക്കളോടൊപ്പം തുടരുന്ന ഏറ്റവും മനോഹരമായ വഴി. അച്ഛൻ പോയിട്ടില്ല. അച്ഛൻ നമ്മുടെ ഓർമ്മകളിലേക്ക് മാറിയിരിക്കുന്നു, നമ്മളുടെ ഹൃദയത്തിലേക്ക് മാറിയിരിക്കുന്നു, നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഓരോ നല്ല നിമിഷത്തിലും, നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിലും, നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന ഓരോ നിമിഷത്തിലും അച്ഛൻ വീണ്ടും വീണ്ടും നമ്മളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അച്ഛനെ ഓർക്കുമ്പോൾ കണ്ണുനീർ മാത്രം വരേണ്ടതില്ല, ഒരു പുഞ്ചിരിയും വരട്ടെ. കാരണം എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു എന്നതിലുപരി എനിക്ക് അച്ഛനെ ലഭിച്ചിരുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം.